നമസ്കാരം, മറ്റൊരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു കുഞ്ഞ് വാട്ടർഫാൾസ് ഉണ്ട്, തൃത്താല മുടവന്നൂരിനടുത്ത് വലിയത്തുംപാറ വാട്ടർഫാൾസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് ഇന്ന് പോവാം നമുക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ അടുത്തൊരു കരിങ്കൽ കോറി പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അതിന് തൊട്ടടുത്താണ് ഈ വെള്ളച്ചാട്ടം. അപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങണം. മണ്ണിട്ട കരിങ്കല്ലൊക്കെ പതിച്ച് കോറി വേസ്റ്റൊക്കെ ഇട്ട് പൊക്കിയിട്ടുള്ളൊരു റോഡ് കൂടെ ടൈലൊക്കെ പാകിയുണ്ട് കുറച്ച് ദൂരം. അപ്പോൾ അതിലൂടെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാം. ഇതൊരു സീസണൽ വാട്ടർഫാൾസാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നതാട്ടോ നമ്മുടെ തൃത്താല മുടവന്നൂരിനടുത്തുള്ള മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം. മഴക്കാലത്ത് അടിപൊളിയായിരിക്കും. മഴയൊക്കെ ഒരു 2 ദിവസം പെയ്തിട്ട് അടുപ്പിച്ച് 2 ദിവസമൊക്കെ മഴ പെയ്യില്ലേ, അതിനുശേഷം ഈ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. തൊട്ടടുത്ത് തന്നെ കോറികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. മുന്നോട്ട് മുകളിലേക്ക് പോകുന്നവരുണ്ടല്ലോ, വഴുക്കലുള്ള പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് നടക്കുക, തെന്നി വിടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് ദൂരമായിട്ട് കയറിയിട്ടുള്ളൂ. മഴ 2 ദിവസമായിട്ട് കുറവായതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ്. ഇതിങ്ങനെ മുകളിൽ നിന്ന് വലിച്ച് താഴത്തേക്ക് ഒരു കനാലിലൂടെ ഒരു തോടിലൂടെ പോയിട്ട് ആ കോറിയിലേക്കാണ് പതിക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് വേണം നടക്കാൻ, കാരണം പാറയുടെ മുകളിൽ നല്ല വഴുക്കലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫാമിലീസ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വരുന്ന് എൻജോയ് ചെയ്യാനും കുളിക്കാനും പറ്റിയ അടിപൊളി പ്ലേസ് കേട്ടോ. വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടോ, ഭയങ്കര ശക്തിയുള്ള ഒഴുക്കാണ്. ഈ ഒരു തോട്ടിലൂടെ വെള്ളം വന്നിട്ടുണ്ടല്ലോ, താഴത്തേക്ക് നല്ല ശക്തിയിൽ ഒലിക്കുകയാണ്. അതൊരു താഴത്തേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടമായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. പിള്ളേരുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുളിക്കാനൊക്കെ ആയിട്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, മാത്രമല്ല നല്ല തണുപ്പുള്ള വെള്ളം. വെള്ളം നല്ല പതഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം തോട്ടിലൂടെ ഒലിച്ചുകൊണ്ട് കുറച്ച് ദൂരം നടന്നു നോക്കാം. ഈ നടന്നു നോക്കണ സ്ഥലത്തൊക്കെ നല്ല അടിപൊളി കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ ചൂടറിയില്ല, അത്ര നല്ല തണുപ്പാട്ടാ. നമ്മളിപ്പോൾ ഈ പോണ ഏരിയയിൽ നല്ല വള്ളിപ്പടർപ്പും അതുപോലെ തന്നെ നല്ല മരങ്ങളും ഉണ്ട്. നമ്മൾ ആ കാണുന്ന റോഡ് കണ്ട, അതിലൂടെയാണ് നമ്മൾ വന്നത്. നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഈ സൈഡിലുള്ള കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ തോടിൻ്റെ സൈഡിലൂടെ നടന്നു മാത്രം. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പുറത്തുനിന്ന് പാറ പൊടിക്കുന്ന ശബ്ദം കേൾക്കാം നമുക്ക്. വെള്ളത്തിൽ നമ്മൾ കാലിട്ടിട്ട് ഇരിക്കുക കേട്ടോ. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, അത് വന്ന് കാലുമ്മിലൊക്കെ കടിക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം. ഇവിടെ ആളുകൾ കല്ലൊക്കെ വെച്ചിട്ടേ വെള്ളം ഇങ്ങനെ ചെറുതായിട്ടൊരു തടാകം പോലെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനല്ല. വെള്ളം ഇതുപോലെ കല്ലൊക്കെ വെച്ച് തടഞ്ഞ് വെച്ചേക്കണേ. മീനുകൾ വന്നിട്ട് നമ്മുടെ കാലുമ്മ കൊത്തുണ്ട് കേട്ടോ. ഏയ് അടിപൊളി. കാലുമത്തെ സ്കിന്നിൽ വന്നിട്ട് അവർ കടിക്കുക. നമുക്ക് ചെറുതായി ഇക്കിളി ആവണ പോലെ സംഭവം രസമുണ്ട്. വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ പ്രത്യേക ഇമ്മട്ടോ ഇവിടെ. അടിപൊളി. മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലായിരുന്നു നമ്മൾ. നല്ല മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. ചുറ്റുപാടും വെള്ളം നിറഞ്ഞ് പതഞ്ഞങ്ങോട്ട് ഒഴുകും പാറയുടെ മുകളിൽ കൂടെ. അപ്പോൾ കാണാൻ വേറൊരു വൈബായിരിക്കും കേട്ടോ. ഇത് നേരെ
ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ തോട്ടിലൂടെ അതെ അപ്പുറത്തൊരു കോറിയുണ്ട്, അതിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകണം. ഇവിടെ ഫെൻസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അപകട മേഖലയാണ്. ആരും ഓടി വന്ന് ഈ കോറിയുടെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം കണ്ടോ, ഇത് ഖനനം ചെയ്ത് എടുത്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് ആരും വരരുത്, അപകടം ഉണ്ടാവുമെന്നൊക്കെ കൃത്യമായി നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്തേക്ക് വരരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ട് ഫെൻസിങ്ങും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൂടെ അങ്ങനെ വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. ഈ ഒരു റോഡ് നേരെ പോണത് ഇപ്പോൾ പ്രവർത്തനം നടക്കുന്ന കോറിയുടെ ഭാഗത്തേക്കാണ്. നേരത്തെ നമ്മൾ ഫെൻസിങ്ങും ആ ബോർഡൊക്കെ കണ്ടത് പ്രവർത്തനം നിർത്തിവെച്ച കോറിയുടെ ഭാഗമാണ്. ഇപ്പം നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഈ കാണുന്നത് ഇവിടെ കോറി ഖനനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ പൊട്ടിച്ചെടുത്ത കരിങ്കല്ലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. നമുക്കൊന്ന് മുന്നോട്ട് പോയി അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഒരു വലിയ ജലാശയം തന്നെ കേട്ടോ ഈ കരിങ്കല്ല് പൊട്ടിച്ചെടുത്തിട്ടേ. അവിടെ അവരുടെ ഉപകരണങ്ങളും അതുപോലെ ക്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുകളിൽ നിന്ന് പാറ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. JCB വെച്ചിട്ടേ പാറ തുറക്കണം, വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. തിരിച്ച് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. പല സ്ഥലത്തുനിന്നും നല്ല വ്യൂസ് ഉണ്ട്, അതുപോലെ നല്ല കാഴ്ചകളുണ്ട്. ഈ പാറക്കൂട്ടും അതുപോലെ ഈ ജലാശയം, വള്ളിപ്പടർപ്പും കാടും ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. സൂക്ഷിക്കണമെന്ന് മാത്രം, അമിത ആവേശം കാട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് വന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ തിരിച്ച് നടക്കാണ്. ഒരു സൈഡിൽ കോറി, ഒരു സൈഡിൽ തോടിലൂടെ വെള്ളം പോണ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. അതുപോലെ വെള്ളം പോകുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്ത് നല്ല പോകാൻ നോക്കുകയാണ്. നമ്മുടെ പാറ പൊട്ടിച്ചതൊക്കെ ആയിട്ടേ ആ ലോറി നമ്മൾ അവിടുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ലോറി ഇതിലൂടെയാണ് ഇട്ട് പോണേ. അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ വണ്ടിയിൽ JCB ഒക്കെ വെച്ചിട്ട് പാറക്കല്ല് കയറ്റുന്ന കണ്ടുല്ലോ, അത് കറങ്ങി തിരിഞ്ഞ് ഇതിലൂടെ വന്ന് പുറത്തേക്ക് പോകണം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്, ഗംഭീരമാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കോറിയാണ്, ചെറിയൊരു മഴക്കാറ്, അതുപോലെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രകൃതി ഒരുക്കിയ മനോഹരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.